15 ദിവസം ഞങ്ങൾ ഈ വള്ളക്കാർ ഇതേ പോലെ കിടങ്ങും. വള്ളക്കാർ പോവും. അത് ബോട്ട് പോകണ പോലെയല്ല. അത് പോയാൽ അന്ന് തന്നെ വിരിച്ചിട്ട് അത് ഫുള്ളായിട്ട് പോവും. ഇത് മാത്രമേ 55 ദിവസത്തേക്ക് നിർത്തി വെച്ച് കഴിഞ്ഞാൽ നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പണി നടക്കില്ല. അങ്ങനെ ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന് പണിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണിയുണ്ടാവും. ഇതിന് ഞങ്ങൾ സഹായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഞങ്ങൾക്ക് തരുന്നതല്ലാതെ ഇവരെ കൊണ്ട് നമുക്ക് ഇതില്ല. ഇത് വണ്ടികൾ കൂടാൻ പോണേ ഉള്ളൂ. വണ്ടികൾ വന്ന് മീനെടുക്കാനും പിടിക്കാനും ഒക്കെ കൂടാൻ പോണേ ഉള്ളൂ. അപ്പം അതെല്ലാവർക്കും ഉണ്ട്. ഇവർക്കും അതൊക്കെ തന്നെയാണ്. ഈ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ അത് തന്നെയാണ് ബുദ്ധിമുട്ട്. ഒരു കാറ്റും കോളും ഒക്കെ വന്നു വള്ളങ്ങൾ പോകാൻ പറ്റുന്നില്ല. അപ്പോഴും വീട് പട്ടിണിയാണ്. അങ്ങനെ സ്ഥിതി ഉണ്ടാവും. ചിലപ്പോൾ ചെറിയ വള്ളങ്ങൾ പോയി കരക്ക് ഇങ്ങനെ നീട്ടി ചിലപ്പോൾ കൂലി പിടിക്കും, ചിലപ്പോൾ ഒരു കട്ട്ല കിട്ടും. അങ്ങനെ പല സൈസ് മീൻ കിട്ടിയെന്നും വരും. അങ്ങനെ കുറേ ജീവിതമാർഗ്ഗങ്ങൾ ഇതിൽ പോവാം. അല്ലാതെ ഇത് മാത്രം നോക്കിയിട്ട് ജീവിക്കാൻ പറ്റില്ല. അത് കംപ്ലീറ്റ് വലകെട്ടാണ്. വെളുപ്പിനെ 4 മണിക്ക് പോയി കഴിഞ്ഞാൽ അത് വലയിട്ട് കഴിഞ്ഞാൽ ചെമ്മീൻ കിട്ടും. ഇതുപോലെ ചെമ്മീൻ കിട്ടും. അങ്ങനെ ജീവിതമാർഗ്ഗത്തിന് ഈ വൈപ്പിൻകരയിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പരമാവധി പട്ടിണി തന്നെ കിടക്കേണ്ടി വരും ഈ പോക്കാണെങ്കിൽ. എന്നുവെച്ചാൽ ഞങ്ങളിത് കെട്ടിയിട്ടിട്ട് നാൾ കുറേയായി. ഈ സാധനം ഇപ്പം ഇനി ട്രോളിങ്ങിന് ഇറക്കിയെന്ന് കിട്ടിയാൽ അതിക്ക് മുന്നായിട്ട് കടലിൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ സർക്കാർ പറയും പോകരുതെന്ന് പറയും. മറ്റേ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് ഒരു ദിവസം മുടക്ക് വരുമ്പോൾ നമുക്കൊരു 200 രൂപ തന്നിരുന്നു വെച്ച്. ഇപ്പോൾ ഈ സർക്കാർ വന്നേ പിന്നെ ആ 200 കൂടി ഇല്ല. അപ്പോൾ ഒരു 100 രൂപ വെച്ചെങ്കിൽ തരികയാണെങ്കിൽ ഒരു ദിവസം തരികയാണെങ്കിൽ നമുക്കൊരു ഗുണമായിരുന്നു. ഇത് നമ്മളെ വെറുതെ നാറ്റിക്കണേണ് സർക്കാർ. അത്രയും ഗതികൾ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണില്ല. ഉമ്മൻചാണ്ടി സർക്കാരാണെങ്കിൽ കട്ടാൽ ശരിയാണ് കുറേ കാര്യങ്ങൾ ചെയ്യുമായിരുന്നവർ. ഞാനൊരു പാർട്ടിക്കാരനുമല്ല, എനിക്ക് തുറന്നു പറയാം. അപ്പോൾ ഞാനൊരു രാഷ്ട്രീയക്കാരനുമല്ല. അപ്പോൾ ഈ സർക്കാർ വന്നിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു കാര്യം ചെയ്തിട്ടില്ല. ഈ ഹാർബർ കണ്ട എനിക്ക് 51 വയസ്സായി. ഞാൻ കാണുമ്പോൾ തുടങ്ങി ഇളക്കാണ്ട് വിട്ടിട്ട് ഇവന്മാർ ഈ ഹാർബർ വരുത്തൂല. ഇതിന് ഫണ്ട് അനുവദിച്ച് ഇതിൻ്റെ ഫണ്ടൊക്കെ അവർ വകമാറ്റി ചെലവ് ചെയ്ത് കട്ടം മുടിച്ച് നശിപ്പിച്ച് ഈ ഹാർബർ ഇവിടെ വരുത്തുകയില്ല. ഇവർ ഇതൊക്കെ അവർക്ക് മുതലാളിമാരുടെ കൈവശം ഈ സ്ഥലങ്ങളല്ല. പിന്നെ എങ്ങനെ ഞാൻ ഹാർബറിന് മത്സ്യത്തൊഴിലാളികളെ പറ്റിക്കാൻ വേണ്ടി ഇവിടെ അളന്നളന്നുകൊണ്ട് ഞാനൊരു ഇവിടെ നിന്ന് ഒരു കളിയാക്കിയാണ് ഇവിടെ വരാം. ഞങ്ങൾക്ക് നാണായിട്ട് ഞാൻ അവിടെ 160 അളവാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ തരകന്മാർ പോയിക്കളഞ്ഞ് ഞാൻ മത്സ്യബന്ധന ഉദ്യോഗസ്ഥരോട് പച്ചനെ പറഞ്ഞാണ്. എന്ന് വെച്ചാൽ നാണാകണി ഞങ്ങൾക്ക് എന്താ നിങ്ങൾ അളക്കാൻ വന്നിട്ട് നിങ്ങൾക്ക് കാണാനല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കുടുംബം കൊണ്ടുപോകണമെങ്കിൽ എന്തെങ്കിലും കിട്ടിയാൽ കുടുംബം ജീവിക്കും, അല്ലാത്തവൻ പട്ടിണി തന്നെ. എന്നാ വെച്ചാൽ റേഷൻ അരി കിട്ടിയാൽ ജീവിക്കുക. എവിടെ പറ്റാനായിട്ട് ഒരു പറ്റലുമില്ല. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ 5-8 മാസം പണിക്കൊണ്ട് ഇറക്കാതിരിക്കണത്. ഈ വള്ളമാണ് നമ്മുടെ മുതൽ. ഒരു രക്ഷ ഉണ്ടായില്ല. ഞാനിപ്പോൾ തെക്കേറ്റവും വടക്കേറ്റവും ഒക്കെ പണിക്കുന്ന ആളാണ്. ഇത് നമ്മുടെ സ്വന്തം മുതലാണത്. നമ്മളിത് കെട്ടിയിട്ടൊക്കെയാണ്. എന്നുവെച്ചാൽ നമുക്ക് മുതലിക്കാനല്ല ഈ എണ്ണച്ചെലവ്. അപ്പോൾ ഒരു മിക്ക വള്ളക്കാരിക്കും മുതലിക്കൂല, എണ്ണച്ചെലവ് കൊണ്ട് നിൽക്കില്ല. ഇപ്പോൾ തന്നെ പെർമിറ്റ് മണ്ണെണ്ണ ഉണ്ട് 100 രൂപ 110 രൂപ 120 രൂപ പെർമിറ്റ് മണ്ണക്ക്. അപ്പോൾ പിന്നെ എന്ത് സർക്കാരാണ് അത് കിട്ടണത്? 80 ലിറ്ററാണ്. 80 ലിറ്റർ കൊണ്ട് ഈ 3 മാസം ഓടാൻ പറ്റുമോ? പിന്നെ അങ്ങ് ബ്ലാക്കിലെടുക്കണം. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ ഒരു ജീവിക്കാൻ തന്നെ നിവൃത്തിയില്ലാണ്ട് കിടക്കുകയാണ്. ഈ സർക്കാരിൻ്റെ പോക്ക് കണ്ടിട്ട് സർക്കാർ അങ്ങനെ പോകണത്. പിന്നെ ബാക്കിയുള്ളത് പറയാനുണ്ട്. വല കൊടുന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. വല പണിയണം, കാശ് വേണം. വീട് ഇപ്പം കുറേ നാളെ പണിയൊന്നുമില്ലാതെ കിടക്കുന്നത്. വീടൊക്കെ ഇങ്ങനെ. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് വീടൊക്കെ പോകുന്നത് മുന്നോട്ട്? വേറെ എന്തെങ്കിലും ചെറിയ കൊച്ചൊഞ്ചൊക്കെ തള്ളിയിട്ട് ഇങ്ങനെ ജീവിക്കുന്നതിൽ അങ്ങനെ അതിൻ്റെ സജ്ജീകരണത്തിൽ അവർ ഏതെങ്കിലും വേറെ എന്തെങ്കിലും പണിക്ക് ഇങ്ങനെ കൊടുക്കും. നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിലാണ് ബുദ്ധിമുട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇനിയും 55 ദിവസം? 55 ദിവസം നമ്മളെ ഈ പണിയാണല്ലേ. ബോട്ടിട്ട് ട്രോളിങ് കഴിഞ്ഞാൽ ഞങ്ങളെ വള്ളക്കാരെ പണിയാണ്. അതിൽ കടലിൽ നിന്ന് കിട്ടിയെങ്കിൽ രക്ഷപ്പെടും. ഞങ്ങൾ വലയൊക്കെ ഇറക്കി വല നന്നാക്കണം, കുറേ കാശ് വേണം. ഉള്ള വരുമാനം വേറെ എന്തെങ്കിലും പണിയൊക്കെ നോക്കും. ഞങ്ങൾ കരപ്പണി അങ്ങനെയൊക്കെ നോക്കിയിട്ടേ പോവുള്ളൂ. ട്രോളിംഗ് എന്ന് പറഞ്ഞാൽ വള്ളക്കാരിക്ക് പോകാൻ പറ്റും. അത് കടലൊക്കെ ഇളയണമെങ്കിൽ പോകാൻ പറ്റില്ല. വലപ്പണിയുണ്ട്, 1 മാസത്തെ വലപ്പണി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. പിന്നെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാറുണ്ട് ഞങ്ങൾക്ക്. പണിയില്ലെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. വീടൊക്കെ വീട്ടുകാർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങോട്ട് പോകും. റേഷനരി കിട്ടാണ്ടല്ലോ നമുക്ക്. കാര്യമില്ല. ബാക്കി കാര്യങ്ങളൊക്കെ തട്ടിമുട്ടിയൊക്കെ അങ്ങോട്ട് പോകും.
അതൊന്നും പറയാൻ പറ്റില്ല അത് എങ്ങനെയൊക്കെയാണെന്ന്. അത് ചിലപ്പോൾ കടം മേടിക്കുക അവിടെ നിന്നൊക്കെ കേട്ട് കിട്ടുമ്പോൾ കൊടുക്കും, അങ്ങനെയൊക്കെയാണ് പോകും. കാലത്ത് പണിക്ക് പോയതാണ്, 6 മണിക്ക് പണിക്ക് പോയതാണ് ബോട്ട്. പണിക്ക് പോയി 8 മണിക്ക് വലയിട്ട് ഒരു അരമണിക്കൂർ നേരം ഫിഷിങ് എടുത്തിട്ട് നമ്മൾ കാറ്റും കോളും വന്ന് പെട്ടെന്ന് കാറ്റും കോളും വന്ന് വലയെടുത്ത് ഞങ്ങൾ ആറ്റോട്ട് കയറാൻ നേരത്ത് കടൽ വന്നിടിച്ച്. കടലെന്ന് വെച്ചാൽ ഇത്തിരി ശക്തമായിരുന്നു, കാറ്റും നല്ല ശക്തമായിട്ടുണ്ട്. അങ്ങനെ ഒരു കടൽ ബോട്ടുമ്പോൾ തട്ടി, രണ്ടാമത്തെ കടൽ പൊക്കിയിടുന്ന സമയത്ത് പലകളി പോയി ബോട്ടിൻ്റെ പലകളി. അന്നേരത്ത് ആൾക്കാരൊക്കെ വിറങ്ങലിച്ച് എല്ലാവരും ചാടി ജാക്കറ്റ് ഇടേ ബോട്ടിൽ ജാക്കറ്റ് എടുത്ത് കൊടുത്ത് 5 ആളും ജാക്കറ്റ് പിടിച്ച് വന്ന് ഒരു രക്ഷയുണ്ടായില്ല. രക്ഷിക്കാൻ വേറെ പത്തിന് ബോട്ടുണ്ടായി, പക്ഷെ കാണാൻ പറ്റില്ല. അന്തരീക്ഷം അധികം മോശമായിരുന്നു, കാലാവസ്ഥയും ഇതൊക്കെ കടലും. അതിനുശേഷമാണ് ഞങ്ങൾ 5 പേർ നീന്തി കണ്ണമാരി ഈ സൗദി കടപ്പുറം നീന്തി കയറി. അവിടെയുള്ള ആൾക്കാരാണ് കൂടുതൽ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചത്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി MD ഒക്കെ വന്ന് സാമ്പത്തിക സഹായം ചെയ്തു തരാനിട്ടുണ്ട്. തന്നാൽ ഞങ്ങളുടെ ജീവിതമാണ്, ഞങ്ങൾ 6 പേരെ ജീവിതമാണ്. ഒരാളൊന്നും വന്നിട്ടുണ്ടായില്ല. അങ്ങനെയൊക്കെയായിരുന്നു സംഭവം. 2-2.5 മണിക്കൂർ കടലിൽ കിടന്ന് മരിച്ചെന്ന് ജീവിക്കുന്നു. 52 ദിവസം ഇനിയൊരു കാത്തിരിപ്പാണ്. ഇത്രയും ദിവസം എങ്ങനെ തെള്ളി നീക്കണമെന്ന ആലോചനയിലാണ് മത്സ്യത്തൊഴിലാളികൾ. പ്രതികൂല കാലാവസ്ഥ കാരണം പലരും ആഴ്ചകളായി കടലിൽ പോയിട്ട്, പോകുന്നവരാകട്ടെ നിരാശയോടെയാണ് മടങ്ങി വരുന്നത്. ഇതിനിടയിലാണ് ഈ ട്രോളിംഗ് നിരോധനം.